Hi dears, welcome back to Egan Learning. Sanjus Miss ആണ്. മിസ്സിന്റെ മക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8ലെ ബേസിക് കോൺസ്റ്റന്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ കുഞ്ഞു ടോപ്പിക്കാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. മക്കൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്? എന്തായിരുന്നടാ ആറ്റംസ് എന്ന് പറയുന്നത്? ഒരു എലമെന്റിലെ അതിൻ്റെ എല്ലാ സ്വഭാവവും അതിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നു, അല്ലേടാ? അതായത് ആറ്റംസ് ആർ ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ്. ഓക്കെ, അതായിരുന്നു ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു മോളിക്യൂൾ? ചില ആറ്റംസ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും, അതായത് ഹീലിയം, നിയോൺ, ആർഗൺ എന്നിങ്ങനെയുള്ള ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യും? ഒറ്റയ്ക്കാണ് നിൽക്കുക. പക്ഷേ ചില ആറ്റംസ് എന്ത് ചെയ്യും? രണ്ടു പേരോ രണ്ടിൽ കൂടുതൽ എലമെന്റ്സോ ആയിട്ടോ കമ്പൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, ചില ആറ്റംസ് എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് ഓക്സിജൻ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടോ അതിലധികമോ ആറ്റംസ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. അതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മക്കളെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്? രണ്ടോ അതിലധികമോ ആറ്റംസ് ജോയിൻ ചെയ്ത് ഒരു കോമ്പിനേഷൻ പോലെ നിൽക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എന്ന് വിളിക്കും. നമ്മൾ പഠിച്ചതാണല്ലോ, ആണല്ലേ? അപ്പോൾ ഈ ആറ്റംസിനെയും മോളിക്യൂൾസിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ആറ്റംസിനെയും മോളിക്യൂൾസിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നമുക്കത് സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ? അപ്പോൾ എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞു, ആറ്റംസ് എന്ന് പറയുന്നത് ചില ആറ്റംസ് എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് നിൽക്കും, അല്ലേ? ഹീലിയം, അതേപോലെ നിയോൺ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു ആറ്റമേ ഉള്ളൂ, അതായത് ഇവർ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ഈ നിയോൺ നോക്കിയേ, ഈ നിയോൺ നോക്കിയേ, നിയോൺ ആണെങ്കിലും ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്താണ്? ഒറ്റ ആറ്റമാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? മോണോ ആറ്റോമിക് ആണെന്ന് പറയാം. ഇനി സപ്പോസ് ഓക്സിജൻ, O2, ഈ O എന്ന് പറയുന്നത് ഓക്സിജന്റെ സിമ്പലാണ്. ഇതിൻ്റെ താഴെ കാണിക്കുന്നത് രണ്ട് ഓക്സിജൻ ഉണ്ടെന്നാണ്. ഇതിൻ്റെ താഴെ കാണിക്കുന്നത്, അതായത് ഓക്സിജൻ എന്ന സിമ്പലിൻ്റെ ഏതൊരു എലമെൻ്റ് ആണോ ആ എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട്, അതായത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിക്കുന്നത്, അത് എത്ര നമ്പർ ഓഫ് ആറ്റം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഓക്സിജൻ്റെ താഴെ എഴുതിയിട്ടുള്ളത്, ഓക്കെ, ഈ ഓക്സിജൻ്റെ താഴെ ഈ കാണിച്ച് 2 എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ 2 എന്നത് നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 2 എന്നത് നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് നമുക്കറിയാം, രണ്ട് ഓക്സിജൻ ഒരുമിച്ച് നിൽക്കുന്നു. മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? രണ്ട് ഓക്സിജൻ ഒരുമിച്ച് നിൽക്കുന്നതിനാണ് നമ്മൾ O2 എന്ന് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഒരുമിച്ച് നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും? H2 എന്ന് പറയും, അല്ലേ? അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് നിൽക്കുകയാണെന്ന്. ഓക്കെ ആണല്ലോ? അടുത്തത്, അപ്പോൾ നമ്മൾ ആറ്റംസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് പഠിച്ചു. ഇനി മോളിക്യൂൾസ്, H2 പോലെയുള്ള മോളിക്യൂൾസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് പഠിച്ചു. അപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ തരട്ടെ. നമ്മളിപ്പോൾ 5H2 എന്ന് പറയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2H2. ഓക്കെ ആണല്ലോ? 2H2. ഇവിടെ നമുക്കറിയാം H2 എന്ന് പറയുന്നത് രണ്ട് ആറ്റമാണ്, അല്ലേ? അതിൻ്റെ കൂടെ എന്തുണ്ട്? ഇവിടെ ഒരു 2 കാണാൻ പറ്റുന്നില്ലേ മക്കൾക്ക്? എന്താണ് ഇവിടെ കാണിക്കുന്ന 2 എന്ന് പറയുന്നത്? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ 2H2 എന്ന് പറയുന്നതിൽ റൈറ്റ് സൈഡിലെ 2 എന്നത് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. റൈറ്റ് സൈഡിലെ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഉണ്ടല്ലോ. ഈ 2 എന്തിനെയാണ് കാണിക്കുന്നത്? ഈ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2H2ൽ ടോട്ടലി എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 H2 മോളിക്യൂൾസിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത് മക്കളെ? നമ്മൾ 2H2 എന്ന് എഴുതിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2H2ൽ ടോട്ടലി ആകെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്നോ? ഈ രണ്ട് 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു number of molecules into number of atoms ചെയ്താൽ ആ മോളിക്യൂളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ എണ്ണം കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ
2H2 ആണല്ലോ ഉള്ളത്. ഈ 2H2ൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 2 ആണല്ലോ. അടുത്തത് ഈ 2H2ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? ഈ 2 ഒരു H2ൽ എത്ര ഉണ്ട്? 2 ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയല്ലോ നമുക്ക്. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി 2H2ൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 2H2ൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും മക്കളെ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. കൂടുതൽ എക്സാമ്പിൾ കണ്ടാലോ? കൂടുതൽ എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ ഇവിടെ ഇതാ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ O2 ഫസ്റ്റ് ഓക്സിജൻ അല്ലേ? O2 റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. O2ൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഒരു മോളിക്യൂൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര മോളിക്യൂൾ ഉണ്ട്? 1 ആണ്. അടുത്തത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് അല്ല കേട്ടോ, ഈ മോളിക്യൂളിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? നമ്മൾ മോളിക്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു എന്ത് ചെയ്യണം? ഈ 2 ചെയ്യണം. 1 ഇൻറ്റു ഈ 2 ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അടുത്തതാണ് 2N2 അല്ലേ? നൈട്രജൻ ആണ്. നൈട്രജൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് തന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാ? 2 ആണ്. ഓക്കെ ആണല്ലോ. ഡൺ അല്ലേ? ഇനി നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 2 ഇൻറ്റു ഈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഓക്കെ ആണല്ലോ. 2 ഇൻറ്റു 2 ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. 4. സിമ്പിൾ ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6Cl2ലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ 6 ഇൻറ്റു 2 12 ചെയ്താൽ മതി. അടുത്തത് ഹീലിയം സിംഗിൾ ആറ്റം ആണ് അല്ലേ? മോണോ ആറ്റോമിക് ആണെന്ന് മിസ് പറഞ്ഞു. അപ്പോൾ സിംഗിൾ ആറ്റം ആണെങ്കിൽ ഒരു ആറ്റം ഉണ്ട്. ഇവിടെ എത്രയാണ് മോളിക്യൂൾസ്? 2 ആണ്. അപ്പോൾ 2 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് ആറ്റം 1 ആയതുകൊണ്ട് 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2 ചെയ്താൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടി. അടുത്തത് 5Na. Na എന്താണ്? മോണോ ആറ്റോമിക് ആണ്. സിംഗിൾ ആയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ Na-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാ കാണിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണിച്ചു. എത്രയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? 5 ആണല്ലോ. അപ്പോൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എന്തായിരിക്കും കിട്ടുക? 5 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് O3 നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എക്സാമ്പിൾ ആയിട്ട് ഓസോൺ O3 നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉള്ളതെന്നൊന്ന് കണ്ടുപിടിക്കുക. അടുത്തത് P4 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? P4 എന്ന് പറയുമ്പോൾ എത്രയാണ് ആറ്റംസ് വരുന്നത്? 2ൽ കൂടുതൽ ആറ്റംസ് വരുന്നതിൻ്റെ എക്സാമ്പിളാണ് P4. അതിനെ നമ്മൾ പോളി ആറ്റോമിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ P4ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ്? 1 ആണല്ലോ. 1 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് കാണാൻ 1 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 4. അപ്പോൾ P4ൽ എത്ര ഫോസ്ഫറസ് ആറ്റം ഉണ്ട്? 4 ഫോസ്ഫറസ് ആറ്റം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തത് നമുക്കൊരു കോമ്പൗണ്ട് നോക്കിയാലോ? ഡിഫറെൻ്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5H2O എന്ന് കാണിച്ചതിൽ ഈ 5 എന്ന് പറയുന്നത് ഈ H2Oന് കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, Hൻ്റെ മാത്രം 5 അല്ല കേട്ടോ. ഈ 5 എന്ന് പറയുന്നത് ഇവർക്ക് 2 പേർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എത്ര ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. 2 ആറ്റംസ് ആണല്ലോ ഇതിലുള്ളത്. ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. ഈ 2 ആറ്റം എത്ര ഉണ്ടെന്ന് നമ്മൾ ആദ്യം കാണേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് കാണണം. ഇവിടെ ഹൈഡ്രജൻ കണ്ടല്ലോ അല്ലേ? ഹൈഡ്രജൻ നമുക്കറിയാം H2 ആണ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 2 ആണല്ലോ. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്?
എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ് ആണല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 5 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കിട്ടി അല്ലേ. 10 ആണ് ഹൈഡ്രജൻ ആറ്റംസ്. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 10 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. അടുത്തത് ഓക്സിജൻ. ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? ഓക്സിജൻ ഇവിടെ 1 ആണല്ലേ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഓക്സിജൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ 1 ആണ്. പക്ഷേ ഓക്സിജന് കോമൺ ആയിട്ട് പുറത്താരുണ്ട്? എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 5 മോളിക്യൂൾ ഉണ്ട്. 5 മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും? എങ്ങനെയാണ് നമ്മൾ കാണുക? 5 × 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 5 × 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ 5 ഓക്സിജൻ ആറ്റംസ് ആണ് H2O-ലുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് കിട്ടി, ഓക്സിജൻ എത്ര ഉണ്ടെന്ന് കിട്ടി. ഇനി ടോട്ടൽ H2O വാട്ടർ മോളിക്യൂളിൽ ഈ 5 H2O-ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 + 5 = 15 ആണ്. ഓക്കെ, 15 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ട് കാണുന്ന 5 എന്ന് പറയുന്നത് H2O-ന് കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഹൈഡ്രജന് മാത്രം അവകാശപ്പെട്ടതല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ്? H2SO4 അല്ലേ. H2SO4 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെ ആറ്റംസ് ഉണ്ട്, ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ എത്ര ഉണ്ട്? അതിന് മുന്നേ മിസ് ചോദിക്കട്ടെ, ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? 1 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? H2 ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുക? മോളിക്യൂൾസിൻ്റെ എണ്ണം 1 × എത്ര ഹൈഡ്രജൻ ആണ്? 2 ആണല്ലോ. അപ്പോൾ = 2 ആയിരിക്കും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൾഫർ. എത്ര സൾഫർ ഉണ്ട്? 1 സൾഫർ അല്ലേ ഉള്ളത് അല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് 1 ആണ്. അപ്പോൾ 1 × 1 ഒരു മോളിക്യൂളും 1 സൾഫർ ആറ്റവും. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1 തന്നെ കിട്ടി. അടുത്തത് ഓക്സിജൻ എത്ര ഉണ്ട്? 1 മോളിക്യൂൾ × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ H2SO4-ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആറ്റങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെടാ? 4 + 2 + 1 ആണ്. നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് മാറിപ്പോവാൻ പാടില്ല. ആറ്റത്തിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മാറിപ്പോവാൻ പാടില്ല. അപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ തരട്ടെ. മിസ് ഒരു എക്സാമ്പിൾ തരാണ്. 7NH3. മിസ് ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. 7NH3 നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 7NH3-ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഓസോൺ O3-ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.